നമസ്കാരം. നമ്മൾ ഈ ഇടിയപ്പം ഉണ്ടാക്കുന്നു, ഇല്ലെങ്കിൽ മിക്സറൊക്കെ ഉണ്ടാക്കുന്നു, ഇല്ലെങ്കിൽ സേവയൊക്കെ ഉണ്ടാക്കുന്ന നമ്മുടെ സേവനാഴി ഉണ്ടല്ലോ, ഇല്ലെങ്കിൽ സേവ മേക്കർ, സേവ് സെഞ്ച എന്നൊക്കെ പറയുന്നത് നമ്മുടെ നോർമൽ മോഡൽ എന്ന് പറയുന്ന ഇതാണ്. ഇത് തന്നെ സ്റ്റീലും ഒക്കെ വരാറുണ്ട്, ഇല്ലെങ്കിൽ ഇതുപോലെ ബ്രാസിലും എല്ലാം വരാറുള്ളതാണ്. ഇതിന്റെ ഏറ്റവും കസ്റ്റമർ പറയുന്ന ഒരു ഡിഫിക്കൽട്ട് എന്ന് പറയുന്നത് നമുക്കിത് റൊട്ടേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് ആണ് എന്ന് പറയാറുണ്ട്. ഇങ്ങനെ കൈ പിടിച്ചുകൊണ്ട് തന്നെ റൊട്ടേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് പറയാറുണ്ട്. അതിനു വേണ്ടിയാണ് നമുക്ക് ഇങ്ങനെ ഒരു കാൽ സേവനാഴി എന്നുള്ളൊരു പ്രൊഡക്റ്റ് ഉള്ളത്. കാൽ സേവനാഴി ഏറ്റവും പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾക്ക് റൊട്ടേറ്റ് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമാണ്. ഇതുപോലെ നിങ്ങൾക്ക് സ്മൂത്ത് ആയിട്ട് ഇത് റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. രണ്ട് മോഡലായിട്ടാണ് വരുന്നത്. ഒരു 4 kg 4 കിലോ വെയിറ്റ് ഉള്ളതും ഒരു 5 കിലോ വെയിറ്റ് ഉള്ളതും. 5 കിലോ വെയിറ്റ് ഉള്ളതെന്ന് പറയുമ്പോൾ കുറച്ചുകൂടി മാവൊക്കെ കുറച്ചുകൂടി കപ്പാസിറ്റി ഉണ്ട് എന്ന്. ഇത് ഏകദേശം ഒരു 17 ഇഞ്ച് ഹൈറ്റും ഇതൊരു 18 ഇഞ്ച് ഹൈറ്റും ഒക്കെയാണ് വരുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബോഡി കണ്ടില്ലേ, വളരെ റിജിഡ് ആണ്. അതായത് കാസ്റ്റ് ചെയ്ത് തന്നെ ഉണ്ടാക്കിയിരിക്കുകയാണ്. മറ്റേതെന്ന് പറയുമ്പോൾ ഒരു ബ്രാസിന്റെ ഷീറ്റ് ആണ്, ഇത് കാസ്റ്റ് ചെയ്ത് തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിന്റെ ബേസ് ഒരു ഡിറ്റാച്ചബിൾ ബേസ് ആണിത്. നമുക്ക് അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് തന്നെ ക്ലീൻ ചെയ്യാനൊക്കെ സാധിക്കുന്നതാണ്. ഇതിൻ്റെ ചില്ല് എന്ന് പറയുന്നത് ഇതുപോലെ കാസ്റ്റഡ് ചില്ലാണ്, നല്ല ലോങ് ലൈഫ് ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്നൊന്നും ബ്രേക്കോ കാര്യങ്ങളോ ഒന്നും ആവത്തില്ല. നിങ്ങൾക്ക് ലൈഫ് ടൈം ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു കാൽ സേവനാഴിയാണ്. ഈ ഒരു നോർമൽ സേവനാഴിയെക്കാട്ടും ഉറപ്പായിട്ടും റേറ്റ് കൂടുതലാണ്. പക്ഷേ നിങ്ങൾക്ക് അടുത്തൊരു ജനറേഷനിലേക്ക് തന്നെ പാസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇങ്ങനത്തെയുള്ള സേവനാഴികൾ. ഈ ഒരു സേവനാഴി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ വെബ്സൈറ്റായ www.manarcraft നിന്നോ അല്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കണക്ട് ചെയ്താൽ നമ്മുടെ എക്സ്പേർട്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി. നന്ദി, നമസ്കാരം.